അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റിയാണ് വാർത്ത സ്ഥിരീകരിച്ചത്. ഗവേഷണ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും എറിക് ഗാർസെറ്റി പറഞ്ഞു. അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ്. ഈ വാർത്ത ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സ്പേസ് മിഷന്റെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിച്ച എറിക്, അമേരിക്കയുടെ ബഹിരാകാശ ടീമിനൊപ്പം പറക്കുന്ന ഈ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പേർ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വർഷം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ അമേരിക്കയുടെ സ്പേസ് മിഷന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ഇന്ത്യക്ക് വാഗ്ദാനം നൽകിയിരുന്നു. ബഹിരാകാശ പദ്ധതി ഇപ്പോഴും നിലവിൽ ഉണ്ടെന്നാണ് അംബാസഡർ എറിക് ഗാർസെറ്റി പറയുന്നത്. US-India space cooperation spans a constellation of initiatives, including human spaceflight, deep space research, business-to-business collaboration, and space exploration. And we've developed a radar satellite, NISAR, that will significantly increase our understanding of the Earth and its climate patterns. ബഹിരാകാശ ദൗത്യങ്ങൾ അതിസങ്കീർണമായതുകൊണ്ട് തന്നെ കൃത്യമായ തീയതിയോ കൂടുതൽ വിശദാംശങ്ങളോ നൽകുവാൻ ഇപ്പോൾ സാധിക്കില്ല. എന്നാൽ ബഹിരാകാശ സഞ്ചാരി ആരായിരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് കൃത്യമായ ധാരണയുണ്ടെന്നും ആ പേര് അമേരിക്കയെ അറിയിച്ചുവെന്നും പറഞ്ഞ എറിക്, ശരിയായ സമയത്ത് ആ ബഹിരാകാശ സഞ്ചാരിയുടെ പേരും കൂടുതൽ വിവരങ്ങളും പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.